അടികൊണ്ട് പിണങ്ങിയടാ വേണം 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 തോന്നുന്നു. അതെ പയ്യന് മറ്റേ ബ്രസീലിന്റെ ഫാനാ തോന്നുന്നു കാണിക്കാൻ നിൽക്കുവാണ്. മക്കളെ അയ്യോ ഞാൻ എന്റെ കൂടെ ഉള്ളമാരെ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ കയറിയില്ല. കേൾക്കുന്നില്ല. കേക്കാവോ? ആ കേക്കാം. ഒറ്റക്കുള്ള അടി കിട്ടിട്ട് എല്ലാരും വഴിക്ക് പോയാ? ഇല്ല ബ്രോ, കത്തിപ്പോയി ബ്രോ. കത്തിച്ചുവിട്ടായിരുന്നു അതായിരിക്കും. ആ കത്തിച്ചു വിട്ടോണ്ടായിരിക്കും പോയതായിരിക്കും. എടാ ബക്കേ ബക്കേ ഇവിടുന്ന് മാറി ഇവിടുന്ന് മാറി. ഇറങ്ങി അവിടുന്ന് ഇറങ്ങി. അത് കൊള്ളാലോ ബ്രോ. അതില്ലാത്ത കാര്യം. വണ്ടിയുടെ എവിടെയാണ് ബ്രോ ഇടിച്ചത്? ഫ്രണ്ടിലാണോ ബാക്കിലാണോ ബ്രോ? എക്സാക്ട് സിറ്റുവേഷൻ പറഞ്ഞേ. വണ്ടി ഇടിച്ചെന്നാ? അതേ കള്ള സിറ്റുവേഷൻ. നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് അങ്ങ് പറ. വണ്ടി ഇടിച്ച ഇല്ലെങ്കിൽ അറിയുന്നവനെ കൊണ്ടുപോവാ. പരിപാടി നടക്കത്തില്ല. വണ്ടി ഇടിച്ചെന്നാ? വേറെ എന്തെങ്കിലും ട്രൈ മറ്റേ ഗോഡ് കൊണ്ടൻ അവനാണോ? അവന്റെ ഏജന്റിങ് ആണോ അത്? ഹലോ കൊമ്പനല്ല, അവനെ ഗോഡ് കുണ്ടൻ വേണം പേരുടെ. അവനെ ഇന്ന് വേറെ എടുത്തിട്ടില്ല, ടൈം കഴിഞ്ഞില്ല. ഓൺഗോയിങ് കണ്ടിന്യൂ ഇടുന്നുള്ളൂ, നടത്തുന്നില്ല. ബ്രോ ഇതന്നെയാണ് സിറ്റുവേഷൻ. ഇതൊന്നല്ല ബ്രോ സിറ്റുവേഷൻ. ഇതൊന്നല്ല അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഇവനാണ്. ഇതല്ല സിറ്റുവേഷൻ. നമ്മക്ക് അറിഞ്ഞൂടെ? നമ്പർ വാങ്ങി പറ. പറഞ്ഞിട്ടോ നീ ആ ഉള്ളവരെ വിളിച്ചോണ്ടോ? അടി കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇറങ്ങി ഓടാര് പറഞ്ഞു. മറ്റേ മീറ്റിംഗ് കൂടെ വെച്ചെന്തോന്നാ മീറ്റിംഗ്? ഞാനിന്ന് കഥ പറഞ്ഞ തിരക്കഥ തരട്ടാ എനിക്ക് ഒരു ബുക്കിലുണ്ട്. നിന്റെ പേരെന്തര്? അത് കേട്ടോ. സിറ്റുവേഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടണം. ഇതല്ല സിറ്റുവേഷൻ. നീ ആ മസിൽ വിട്ടിട്ട് നീ സിറ്റുവേഷൻ പറ. നീ എന്താണ് ശാസ്ത്രം പറഞ്ഞ ചത്തു നീ ഇപ്പൊ? അല്ല അറിയാവുന്നവരെ വിളിച്ചു വരുത്ത്. അടി കൊണ്ടപ്പോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോട്ടോ. അതിനുള്ളിൽ വരാൻ കിട്ടാം. 2 മണിക്കുള്ളിൽ വരണേ. എന്തിടിലാണ് നമ്മളെ വഴിക്ക് പോയി. നിനക്ക് ലോലിപോപ്പ് കിട്ടിയല്ലറാ കണ്ടി. അയ്യോ സോറി, സിറ്റുവേഷൻ അറിയുന്നേ. സിറ്റുവേഷൻ അറിയാവോ ബ്രോ? സിറ്റുവേഷൻ മുതുക്ക് റിപ്പയർ വെച്ചിട്ട് വണ്ടി ഒന്ന് തട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി ഒന്നും തട്ടിയില്ല ബ്രോ. ഏത് സിറ്റുവേഷൻ? പിന്നെ ഇത് ഏത് സിറ്റുവേഷൻ? ബ്രോ സിറ്റുവേഷൻ പറയുന്ന വണ്ടി സിറ്റുവേഷൻ ഇതല്ലേ ബ്രോ സിറ്റുവേഷൻ? അത് ശരി, ഇവനാണ് വണ്ടി ഓടിച്ചത്. അവൻ വണ്ടി അവിടെ പോലും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വണ്ടി കെട്ടുന്ന? അത് കൊള്ളാല്. ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി പറയുന്നതാണ്. സിറ്റുവേഷനിലുള്ള കൊണ്ടുപോവാ. നിങ്ങൾ അറിയാ ഒരു കാര്യം അറിയാത്ത കഥ കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് കഥ പറയുന്ന കഥയൊന്നും എടുക്കത്തില്ല. നീ ഇവനെ കണ്ടായിരുന്ന റൈലെ ഇവിടെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ ടി ജിയിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആണ്. നമ്മൾ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം സിറ്റുവേഷൻ സംസാരിക്കാൻ വേണ്ടി. നിങ്ങളെ സിറ്റുവേഷൻ സംസാരിക്കുന്ന ആളെ കൊണ്ട് സിറ്റുവേഷൻ അറിയാത്തവരാണ് സിറ്റുവേഷൻ സംസാരിക്കുന്നത്. സിറ്റുവേഷൻ ആണ് ബ്രോ പറയുന്നത്. ബ്രോ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നീ ആ വണ്ടി എങ്ങനെ തട്ടി, എവിടെ തട്ടി കേക്കട്ടെ. ബ്രോ എന്തായാലും നീ വണ്ടി തട്ടിയെന്നല്ലേ പറഞ്ഞു. തട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും ആ വണ്ടിയുടെ എവിടെ തട്ടി, എവിടെ തട്ടി, എപ്പോ തട്ടി? വണ്ടി തട്ടിയപ്പം എന്തിനാണ് തട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഉള്ള ഒരാൾ പറഞ്ഞ് ബ്രോ ഇതേ ഞാൻ അടുത്ത ആഴ്ച പടം എടുക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ ഡയലോഗ് കൊള്ളാത്ത എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ പാണക്കഥ നമുക്ക് എടുക്കാൻ വയ്യ, പൈസ കളയാൻ വയ്യ.
സിറ്റുവേഷനല്ലേ പറയുന്നത് ബ്രോ സിറ്റുവേഷൻ ഇതല്ലല്ലോ സിറ്റുവേഷൻ ഇതല്ലല്ലോ, അല്ലെന്നല്ലേ നമ്മള് പറയണത്. ഇതാണോ? അത് കൊള്ളാല. കോഹ്ലിയുടെ ലീഡർ എന്തെങ്കിലും ആണോ അത്? ആരെ വിവരമില്ലാത്ത പൊട്ടണ? നിങ്ങളാരാണ് മെമ്പറാണോ? ആരാ? ലീസ് എടുത്ത ആൾക്കാരാണ് അത് വഴി ഇത്. വെറുതെ അല്ല. സിറ്റുവേഷൻ പറഞ്ഞു തരാൻ പറ ബ്രോ. ഇത് എന്ത് സിറ്റുവേഷൻ ആണത്? നിങ്ങളുടെ അടുത്തൊരു കഥ പയ്യൻ പറയുന്ന ഇതല്ലല്ലോ ഇപ്പൊ സിറ്റുവേഷൻ. അത് ശരി ബ്രോ, ഞാൻ കാര്യം പറ. ഞാൻ ഒന്നും ഇവരുടെ വേണ്ട കയ്യിൽ ഇത് മാത്രമേ വരുള്ളൂ. ബ്രോ. ഇത് സിറ്റുവേഷൻ അല്ല ബ്രോ. ഇങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടില്ലെന്ന് ബ്രോ സിറ്റുവേഷൻ നമുക്കറിയാം, പക്ഷെ നിങ്ങളുടെ സൈഡ് പിയോയാണ് നമുക്ക് അറിയട്ടെ, മനസ്സിലായോ? അത് ഇങ്ങനെയല്ല. എന്തിനാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ എന്തിനാണ് നടന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. തുടക്കം ഇങ്ങനെ തന്നെയാണ് ബ്രോ. ആദ്യം വണ്ടി തുടക്കം കഴിഞ്ഞ് ബാക്കി ബ്രോ തുടക്കം കഴിഞ്ഞ് നിങ്ങളുടെ ഒരു മെമ്പർ അവിടെ മുതുക്കിന്ന് തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനായിട്ട് വണ്ടി തട്ടിയിട്ട് പിന്നെ അവിടെ കൊണയായി ബ്രോ. അത് കൊള്ളാം. എന്താണ് കൊടയാണ്? ബ്രോ ഞാനൊരു A+ തരാം ഈ കഥക്ക് കേട്ടാ. എന്താ ബ്രോ? തള്ളിയിട്ട് നീങ്ങുന്നില്ല, തള്ളിയിട്ട് നിങ്ങളുടെ നീങ്ങുന്നില്ല. എടാ ഒരു കഥ പറയുമ്പോ അതിന്റെ സൈഡ് മര്യാദയൊക്കെ ഇല്ലടാ. സത്യം. വേറെ കഥ കണ്ട അപ്പൊ കളിക്കില്ലേ ബ്രോ? നിങ്ങൾ നിൽക്കണോ അവരെ കുട്ടനെ പോലെ ആവല്ലേ? പിന്നെ സിറ്റുവേഷൻ പറയണ്ടേ ബ്രോ? സിറ്റുവേഷനിലെ പറയുന്നത് ഇതല്ലല്ലോ ബ്രോ. സിറ്റുവേഷനിലുള്ള എന്ത് തേങ്ങ നീ പറയണേ ബ്രോ? അത് സിറ്റുവേഷൻ തന്നെയാണ് ബ്രോ പറയുന്നത്. നിങ്ങൾ ഈ ഇടക്കേറി ഇത് പറയുന്നോണ്ടാ സിറ്റുവേഷൻ ഇടക്കേറി എന്താ പറയണേ? ഒന്ന് പറഞ്ഞു ആദ്യം അത് പറഞ്ഞു. നമ്മൾ ഇടക്കേറി എന്താ പറഞ്ഞത്? സിറ്റുവേഷൻ ഇതല്ലെന്നല്ലേ നമ്മള് പറയുന്നത്. സിറ്റുവേഷൻ ഇതല്ല, അതുകൊണ്ടല്ലേ ഇതല്ല പറയുന്നത്. പിന്നെ മാറ്റി പറയാൻ പറ്റുമോ? നീ പറയുന്ന എല്ലാം നമ്മളങ്ങ് വീട് ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയണോ നമ്മള്? കഥയുടെ തുടക്കമേ തെറ്റ്, പിന്നെ എങ്ങനെ നീ ഒടുക്കത്തിലോട്ട് പോകണേ? സിറ്റുവേഷൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ പോവാം. സിറ്റുവേഷൻ ഉള്ളവനെ കൊണ്ടുവരണം. നിങ്ങളില്ലാത്ത നിങ്ങളെ രണ്ട് മണ്ണുള്ള അമ്മയെ കൊണ്ട് പറഞ്ഞയച്ചിട്ട് ബ്രോ ഞാൻ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അഖില് ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും കൂട്ടി വെച്ചേക്കുന്നു. നമുക്ക് ആറടിക്കുന്നേ. അത് കൊള്ളാം. നമ്മളത് പിന്നെ ഓൺ ഗോയിങ് അല്ലേ? അത് കൊള്ളാം. മുങ്ങിയലടാ എല്ലാം സമയമാകുമ്പോഴത്തേക്കും. ഇന്ന് ഇത് കൂടെ അടി വാങ്ങിയിട്ടൊക്കെ പൊക്കൂടായിരുന്ന എന്തിനായിരുന്നു? നിനക്കറിയണ നീ ആരത്ത് സംസാരിച്ചത്? എന്താ ബ്രോ? പറഞ്ഞോ. താഴെ ഇറങ്ങിട്ട് പറ. ഇത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ. സിറ്റുവേഷൻ ഇത് ഒരു ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എൻഡ് ചെയ്ത് വിടും. കുറെ നേരം കാര്യത്തിനാണ് സിറ്റുവേഷൻ ട്രിഗർ ആയത്. അതാണ് ഇതിന്റെ പ്രോപ്പർ സ്റ്റാർട്ടിങ്. ഇതില് വേറെ വണ്ടി ഇടിച്ചതോ കാര്യങ്ങളോ അതിന്റെ ബേസിൽ സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അല്ല എന്നിട്ടൊരു ടൈം ഡിസൈഡ് ചെയ്തിട്ട് മീറ്റിംഗ് എൻഡ് ചെയ്യണം. ഇത് ഡിലേ സിറ്റുവേഷൻ പറയുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ബ്രോ. അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ടൈം പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടി വരും. ബ്രോ സിറ്റുവേഷൻ ആണ് പറയുന്നത്. മുതുക്ക് റിപ്പയർ വെച്ച് വണ്ടി തട്ടിയപ്പോ കൊണയായെന്ന്. ബ്രോ അങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടില്ല. ഇല്ലാത്തൊരു കാര്യം ബ്രോ പറയുമ്പോ ഞാനത് അതാണ് കഥ കേൾക്കണോ ഞാൻ? ബ്രോ ഇല്ലാത്തൊരു അല്ല ഒരു കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കൂടെ പറ കഥ. നമ്മൾ അതും കൂടെ കേട്ടിട്ട് അങ്ങ് വാവിട്ടിട്ട് മിണ്ടാതെ പോവാം. സിറ്റുവേഷൻ നടന്ന സിറ്റുവേഷൻ അതുപോലെ കേൾക്കണ്ടേ? എനിക്കറിയത്തില്ല, അതല്ലേ വിഷയം. ചായക്ക് കൂടി നീ എന്തിനാ 6 മണിക്ക് പോയതാ? ശുഭം തരി. പറഞ്ഞു എന്താ ബ്രോ? സിറ്റുവേഷൻ പറഞ്ഞു. സിറ്റുവേഷൻ മുതുക്ക് റിപ്പയർ വെച്ച് കൊണയായെന്ന്. പിന്നെ സിറ്റുവേഷൻ അല്ലേ പറയുന്നത്. മുതുക്ക് റിപ്പയർ മുതുക്ക് റിപ്പയർ വെച്ച് വണ്ടി ബുക്ക് ചെയ്ത് പറഞ്ഞാൽ ബ്രോ ഈ റോബോട്ടിന്റെ ചാവി എവിടെ? ഒന്ന് തിരിച്ചു ഇതല്ല ഇങ്ങനെ സിറ്റുവേഷൻ ഇന്ന് നടന്നിട്ടേ ഇല്ല. ഇതിന്റെ പേരിൽ EVX ആയിട്ട് നമുക്ക് സിറ്റുവേഷൻ ആയിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് പറയാന്നാണ് പറയുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടില്ല. വണ്ടി ഇടിച്ചതിന്റെ പേരിൽ നമ്മൾ ആരുടെ സംസാരിക്കാനും വന്നിട്ടില്ല. നിങ്ങൾ വന്നിട്ടില്ല വണ്ടി ഇടിച്ചതിന്റെ പേരിൽ സംസാരിക്കാൻ. നിങ്ങളാണ് ആദ്യം ഫയറിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള കാരണം വണ്ടി ഇടിച്ചോട്ടാടാ. അത് തുടക്കം വണ്ടി ഗ്യാരേജിലോട്ടല്ലേ പോകുന്നത്? നമ്മുടെ
ടൈസിനെ വിളിക്കുന്നില്ല. ഇവര് എന്താ ബ്രോ നമ്മൾ പറയും നിങ്ങളൊരു സിറ്റുവേഷൻ പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ സിറ്റുവേഷൻ നടന്നിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? നമുക്ക് എക്സാക്ട് സിറ്റുവേഷൻ കിട്ടിക്കുന്നത് നമ്മൾ മിണ്ടത്തില്ല. നമ്മളിത് കേട്ടിട്ട് നാട്ടിൽ വേറെ ടൈം പറഞ്ഞു. എക്സാക്ട് സിറ്റുവേഷൻ ഇതല്ല. നമ്മളിന്ന് വണ്ടി ഇടിച്ചതോ വണ്ടി ഇടിച്ചതിന്റെ പേരിൽ സംസാരിക്കാൻ അങ്ങോട്ടും വന്നിട്ടില്ല, വണ്ടി ഇടിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങോട്ടും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? നമുക്കറിയാവുന്ന സിറ്റുവേഷൻ ഇതാണ് ബ്രോ. പിന്നെ അപ്പൊ ഇതല്ല ബ്രോ സിറ്റുവേഷൻ. അപ്പൊ സിറ്റുവേഷൻ ഉള്ളതിനെ കൊണ്ടുപോവാ. ആരടുത്താണ് സംസാരിച്ചത് നിങ്ങൾക്ക് അറിയാലോ? വണ്ടി ഇടിച്ച് നമ്മള് പറയുന്നതാണ് സിറ്റുവേഷൻ ബ്രോ. ബ്രോയ്ക്കറിയാം ബ്രോ പറഞ്ഞ ബ്രോ നമ്മളെന്തിനാ നിങ്ങൾ സിറ്റുവേഷൻ ഉള്ളവരെ കൊണ്ടുപോവാ. അതല്ലേ പറയുന്നത്, നമ്മള് സിറ്റുവേഷൻ പറയാൻ നോക്കുന്നുണ്ട്, പക്ഷെ ബ്രോ ഇടക്കേറി പറയുന്നുണ്ട്. പിന്നെ അല്ല ബ്രോയ്ക്കറിയാവുന്ന സിറ്റുവേഷൻ ബ്രോ പറഞ്ഞാൽ നമുക്കറിയാവുന്ന സിറ്റുവേഷൻ ഇത് തന്നെയാ. അത് ഇതല്ല സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ഇതാണ് എന്റെ ഭാഗത്തുനിന്നുള്ള പറയുന്നത്. മനസ്സിലായില്ലേ? ഇതല്ല സിറ്റുവേഷൻ. അങ്ങനെയാണ് ബ്രോ പറഞ്ഞത്. അല്ല ഞാൻ പറയുന്നത് നിന്റെ ഗാങ്ങിൽ സിറ്റുവേഷനിൽ നിന്ന ആൾക്കാരില്ലേ, നമ്മുടെ സൈഡിലുള്ള സിറ്റുവേഷൻ ഇത് തന്നെയാണ് ബ്രോ. ഇതല്ല ബ്രോ. അപ്പൊ നിങ്ങൾ അടിച്ച വേറെ ടീച്ചറാണ്, രണ്ട് ടീച്ചർ. നമ്മൾ നിങ്ങളായിട്ട് കൊണയായി. പിന്നെ സിറ്റുവേഷൻ അറിയണ്ടേ ബ്രോ? ആയിട്ട് കൊണയായി. പിന്നെ സിറ്റുവേഷൻ അറിയണ്ടേ ബ്രോ? സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ പറഞ്ഞേ ഇന്ന് നമുക്ക് വണ്ടി ഇടിച്ചതിന്റെ വലിയ സിറ്റുവേഷൻ നടന്നിട്ടില്ല. പറയുന്നത് വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് അവര് കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. പക്ഷെ പയ്യൻ അതൊന്നും പറയുന്നില്ല. പയ്യൻ വണ്ടി ഇടിച്ചു, അതുകൊണ്ടാണ് സിറ്റുവേഷൻ എന്നാണ് പറയണേ. കറക്കി വിട്ടാടാ. അളിയൻ മിണ്ടുന്നില്ല ഡേ. ഇവൻ അത് മാത്രമേ പ്രോസസ് ചെയ്ത് വിട്ടേക്കാണോ തോന്നുന്നു. മാത്രമേ പുറത്തു വരുള്ളൂ. ഇവിടെ കീ കാണുന്നില്ല കേട്ടോ. നിന്റെ പേരെന്തിരി? ലാസ്റ്റ് ആയിട്ട് ചോദിക്കണം ബ്രോ. സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ തന്നെയാണ് ബ്രോ. സിറ്റുവേഷൻ നമ്മുടെ സൈഡിലുള്ള സിറ്റുവേഷൻ അത് തന്നെയാണ്. എന്നിട്ട് നീ ഇത് ഉണ്ടാക്കി പറഞ്ഞ സിറ്റുവേഷൻ എവിടെ വന്നാന്ന് കൂടെ നീ പറഞ്ഞിട്ട് പോണേ. ഞാൻ മുതുക്കി വന്നപ്പോ നിങ്ങളുടെ ഗ്യാങ് വണ്ടി ഇവിടെ കിടക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ ഗ്യാങ് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഹലോ ബ്രോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ ഒരുമാതിരി റോങ് ആയിട്ട് എന്താടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ എന്തിനാ ബ്രോ എടാന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ ബ്രോ എന്നല്ലേ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അവൻ ചോദിക്കുന്നത് നീ എന്താ ആണല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആണടാ, നീ എന്താ എനിക്ക് വന്ന് പിടിച്ചു തരുമെന്ന് ചോദിച്ചു. അതാണ് സിറ്റുവേഷൻ. അപ്പൊ അവൻ ആന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് ലീവായി. ഞാൻ മുതുക്കിന്റെ മേളിൽ പോയി നിന്ന്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു 4 വണ്ടി വന്നിട്ട് എന്നെ വളഞ്ഞിട്ട് ചോദിക്കുന്നത് ബ്രോ കൊമ്പനില്ലേ, കൊമ്പന് പൂരത്തിന് പോകണ്ടേ, അതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതാണ് സിറ്റുവേഷൻ. മനസ്സിലായില്ലേ? അല്ല നിങ്ങൾ പറഞ്ഞാൽ അവിടെ ഒരു വണ്ടി ഇടിക്കലോ. വണ്ടി ചോദിക്കാണ് ബ്രോ പറഞ്ഞ സിറ്റുവേഷൻ. അത് വേറെ അതിന്റെ കൂടെ നമ്മള് പറഞ്ഞല്ലോ ഇതേപോലെ ഡാന്ന് വിളിച്ച കാര്യം പറഞ്ഞില്ലേ? ഡാന്ന് മാത്രമേ ബാക്കിയത് പറഞ്ഞില്ലല്ലോ. ബ്രോ ബാക്കി പറയാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ? ഇടക്ക് കയറി എന്താണോ നീ പറഞ്ഞത്? നീ പറഞ്ഞത് വണ്ടി ഇടിച്ചതിന്റെ വലിയ സംസാരമായെന്നല്ലേ പറഞ്ഞത്? എന്താടാ ഇവിടെ ആ ചാവി ഒന്നുകൂടെ കറക്കിക്കോട്ടെ. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ സിറ്റുവേഷൻ ക്ലിയർ ആയോ ബ്രോ? ലൂസ് പയ്യന്മാരുടെ പറഞ്ഞു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ പറ്റ ഡിലേ എന്തെങ്കിലും ഉണ്ടാ? 2 സെക്കൻഡ് ഹോൾഡ് ആവുന്ന എല്ലാത്തിനും. കേക്കാവല്ലോ. ഇവിടെയല്ലേ നമ്മളിരിക്കുന്ന ബ്രോ. എന്താ ചോദിക്കുന്നതിന് അപ്പൊ സ്പോട്ടി റിപ്ലൈ നമ്മൾ എഴുതുന്നുണ്ടല്ലേ? ഓക്കെ ബ്രോ പറഞ്ഞോ ബ്രോ. അപ്പൊ ഇത് മനസ്സിലായി? സിറ്റുവേഷൻ മനസ്സിലായോ? മനസ്സിലായി. എന്താ സിറ്റുവേഷൻ ബ്രോ? നിങ്ങടത്ത് ഒരാള് വന്നിട്ട് ഹലോ നീ പറഞ്ഞോ നമ്മളിനി ഇടക്കേറി. സോറി ബ്രോ. ബ്രോ നിന്റെ ഒരാള് വന്നിട്ട് കൊണയായി. അത് തന്നെ. അത്രേ ഉള്ളു. ഇവിടെ വന്നങ്ങ് പറയാൻ പറയട്ടെ. അവരോട് വന്ന് പറഞ്ഞ അവ ഇത്ര കഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് എന്തൊക്കെയാണ് നിന്നെയൊക്കെ അവന്മാര് വിറ്റടാ കേട്ടാ. സത്യം. അപ്പം നാളെ വാർന്ന സമയം 11:30. ഓക്കെ
നാളെ 11 മണിക്ക് വാറ് വിളിക്കും. 11 മണിക്ക് ഒന്നും വിളിക്കട്ടെ, അത് 11 മണിക്ക് അടിച്ചിട്ട് ഞങ്ങൾ പോയാൽ മതി. ഇതിനകത്ത് ആരായിരുന്നു ഡൗൺ ആയത്? ടി ജിയുടേത് നല്ല പല്ലുവേദന. നമ്മള് 11 മണിക്ക് വാറ് വിളിക്കും ബ്രോ. 11 മണിക്ക് വാറ് വിളിച്ച് എല്ലാരും 25 കഴിഞ്ഞ് കുടിക്കിരി. നീ ആരും ഇവിടുത്തെ രാജാവാ, നീ പറഞ്ഞ പറഞ്ഞു. ഇവിടെ 2 ഗാങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 11:30 ആണെങ്കിൽ നമ്മളുണ്ട്. ഒരു അരമണിക്കൂർ. ഇതിപ്പോ നമുക്ക് വേണ്ടി ശരി മാത്രമല്ലല്ലോ, 11:30 വിളിക്കാം. 11:30 നമ്മള് പല്ലുവേദന ഉണ്ടായിരിക്കേണ്ടില്ല. കളിക്കുമ്പോ നല്ല കളിക്കാല്ലോ 2 ഗാങ്ങിനും. 11:30 വാറ് വിളിക്കാം. ശരി, അപ്പൊ പോയി അടിയൊക്കെ കിട്ടി അടിയൊക്കെ തൂത്തിട്ട് കിടന്നുറയിക്കോ. നാളെ വാർന്നു വേണ്ട, കൂട്ടി നാളെ വരണേ. കൈ മരം